ഫുട്ബോൾ സ്റ്റേഡിയം മലയാളം എവർക്കും ഫുട്ബോൾ സ്റ്റേഡിയം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊടുക്കുക, വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്ഡേറ്റുകൾ. അപ്പം അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. അപ്പം നേരെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി, അതായത് ആരാധകരുടെ വോയിസ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് ഉള്ളതുപോലെ തന്നെ ഫാൻസ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പരിപാടിയെ പറ്റി നമ്മൾ വിശദമായി നോക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ള സംഭവമൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഈ അഡ്വർടൈസ് ബോർഡിലേക്ക് 12 അംഗങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നത്. 12 അംഗങ്ങൾക്കും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സെലക്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് 12 ആളെ സെലക്ട് ചെയ്യുകയും 12 ആൾക്കാരായിരിക്കും ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും അതിനുശേഷം ബോർഡുമായി, അതായത് മെയിൻ ഹെഡ് CEO ഒക്കെ ആയിട്ട് ചർച്ചകൾ ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഇത് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കൂടുമ്പോഴായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഹെഡുമായിട്ട് ഇവർ ചർച്ചകൾ നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് വളരെ ഒരു ദീർഘകാലത്തിലേക്ക് മാറിപ്പോയി എന്ന് തോന്നുന്നു. കാരണം 4 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത സീസൺ ഓരോ വർഷവും ഓരോ മണിക്കൂർ വെച്ച് ചർച്ചകൾ നടത്തുകയാണെങ്കിൽ തന്നെ വളരെയധികം ഉപകാരപ്പെടും. ഇത് 4 വർഷം കൂടുമ്പോഴാണ് ഒരു ചർച്ചകൾ നടക്കുക. അത് കുറച്ച് വളരെ ദീർഘകാലത്തേക്ക് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അതായത് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ പറ്റി നോക്കുകയാണെങ്കിൽ പഞ്ചാബിനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. ഹെവി മാച്ചാണ്, ഒരു റിവെഞ്ച് മാച്ച് എന്നൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ അത്രത്തോളം ആവേശം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്തും പഞ്ചാബ് 8ാം സ്ഥാനത്തുമാണ്. ഇരുവർ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവസാന 5 മത്സരങ്ങളിൽ പഞ്ചാബ് 3 വിജയവും ബ്ലാസ്റ്റേഴ്സ് 2 വിജയവുമാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം, ഇന്നാരും വിജയിക്കുമില്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ എൻ്റെ സൗണ്ട് കൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.